Hello, welcome back to Commerce Easy Notes Business Finance part 1. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ഫിനാൻസിനെ പറ്റിയിട്ട്. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും ആണ്. നമ്മൾ മെയിൻലി ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പം ഇങ്ങനെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സർവീസസ് റെൻഡർ ചെയ്യാനും ബിസിനസ്സിന് മണി ആവശ്യമാണ്. ഈ മണീനെ നമ്മൾ ഫിനാൻസ് ആയിട്ട് പറയും. ഈ ഫിനാൻസ് നമ്മൾ എങ്ങനെയാണ് ഏർൺ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലാണ് നമുക്കത് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചു, ഏതൊക്കെ സോഴ്സസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സ്കോപ്പ് ഓഫ് ബിസിനസ് ഫിനാൻസ്, സോഴ്സസ്, സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ്സിന് സോളാണ് ഫിനാൻസ്, ഇമ്പോർട്ടൻസ് അത്രയുമുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. It refers to the provision of money at the time when it is needed by business. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ കമ്പനിക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ലോൺ വേണമെങ്കിൽ എങ്ങനെ റെഫറൻസ് മേടിക്കാം, ആ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ സ്ട്രാറ്റജീസ്, ഏർണിംഗ്, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വൈഡ് ആൻഡ് ഇറ്റ്സ് എവറി ടൈപ്പ് ഓഫ് ബിസിനസ് ഹൗസ്, സ്മോൾ ഓർ ലാർജ് ആണെങ്കിലും നമുക്ക് എന്താ ആവശ്യമുണ്ട്. ഇറ്റ് includes all type of funds and capital when needed, start, run, expand, diversify. ഇതെല്ലാം നമ്മൾ ബിസിനസ് ഫിനാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈമറി ഗോൾ ഓഫ് ബിസിനസ് ഫിനാൻസ് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി സ്കോപ്പ് ഓഫ് ബിസിനസ് ഫിനാൻസ്, നെസസറി ടു സ്റ്റാർട്ട് ബിസിനസ്. നമുക്കൊരു ന്യൂ വെഞ്ചർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു പ്ലാൻ വാങ്ങിക്കേണ്ടി വരും, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പം അതിനൊക്കെ എന്തായാലും നമുക്ക് ബിസിനസ്സിന് ഫിനാൻസ് ആവശ്യമാണ്. നെസസറി ടു ഫേസ് എക്കണോമിക് സൈക്കിൾ. അപ്പം നമ്മൾ എക്കണോമിക് സൈക്കിൾ നമുക്ക് പറയാം ഡിപ്രഷൻ, റിസെഷൻ ഒക്കെ ഉണ്ട്. അപ്പം സെയിൽ ഓഫ് ബിസിനസ് ഗോ ഡൗൺ ഓർ പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും അഡ്വേഴ്സ് എഫക്റ്റ്. അതൊക്കെ ഓവർകം ചെയ്യാനും നമുക്ക് ഫിനാൻസ് ആവശ്യമാണ് ഫോർ ഗ്രോത്ത്. നമ്മുടെ അറ്റൈൻമെൻറ്റ്, നമുക്ക് ഗ്രേറ്റർ സക്സസ് അവൈൽ ചെയ്യണം. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റും ന്യൂ വെഞ്ചറൊക്കെ സ്റ്റാഫിന് കൊടുക്കാനുള്ള സാലറി, അതൊക്കെ നമുക്ക് ഫോർ ഗ്രോത്ത്. നമുക്ക് മോറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും സക്സസ് ഓഫ് എ കമ്പനിയാണും അതുപോലെ സിഗ്നിഫിക്കൻ്റ് ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റും ന്യൂ വെഞ്ചർ ആകും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഫിനാൻസ് അക്യുറേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഫോർ ഫിനാൻസ്, അത് നെസസറി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് പേയ്മെൻറ്റിനും ഒക്കെ നമുക്ക് ബിസിനസ് ഫണ്ട്സ് ലയബിലിറ്റി പ്രോംപ്റ്റ് പേയ്മെൻറ്റിനും നമുക്ക് ബിസിനസ് ഫിനാൻസ് ആവശ്യം. നെസസറി ഫോർ അവൈലിംഗ് ദി ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഫിനാൻസിലെ അപ്കമിങ് ഓപ്പർച്യൂണിറ്റീസ് ഏൺ ചെയ്യാനും അഡിക്വേറ്റ് ഫിനാൻസ് അതുപോലെ ഡിസ്പോസലിനൊക്കെ നമുക്ക് എന്ത് വേണം, ഫിനാൻസിൻ്റെ ആവശ്യകത വരുന്നുണ്ട്. ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആയിട്ട്. നമുക്ക് ഒരുപാട് ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് നമ്മൾ ആപ്റ്റായിട്ട് നമ്മുടെ ബിസിനസ് സ്യൂട്ടബിൾ, അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റീറ്റെയിൻഡ് ഏർണിംഗ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് which is not distributed dividend but retained for directors future expansion of the company. അതിനാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ലൈക്ക് പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്, നമ്മുടെ സാക്രിഫൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇതിനൊക്കെ നമ്മൾ പറയും റീറ്റെയിൻഡ് ഏർണിങ്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ഇൻകം മൈനസ് ഡിവിഡൻഡ്. ഇനി അടുത്തതാണ് ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് സപ്ലൈസ്, റോ മെറ്റീരിയൽസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. നമ്മൾ എന്താ ട്രേഡിന് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യും. ബയേഴ്സ് സൺട്രി ക്രെഡിറ്റേഴ്സായി അക്കൗണ്ട് പേയബിൾ ആയിട്ട് വരും. അപ്പോൾ അത് കോമൺലി ആണ് നമ്മൾ ഷോർട്ട് ടേം ഫിനാൻസിങ് ആയിട്ടാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് ഈ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ കണ്ടക്ട് ചെയ്യാം. അതിനാണ് നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പീരീഡിൽ നമുക്ക് കിട്ടുമ്പോൾ ഗുഡ് വിൽ, റെപ്യൂട്ടേഷൻ, അമൗണ്ട് ഓഫ് പർച്ചേസ്, പാസ് ഹിസ്റ്ററി, ഇതെല്ലാം കൺസിഡർ. ടേംസ് ഓഫ് ക്രെഡിറ്റ്സ് നമുക്ക് വേരി ചെയ്യും. ഒരു ഇൻട്രസ്റ്റിന് വേറൊരു ഇൻട്രസ്റ്റ്, പേഴ്സൺ ടു പേഴ്സണ് അത് വേരി ചെയ്യും. അപ്പോൾ അതിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ചിട്ട്, അതിൻ്റെ നേച്ചർ ഓഫ് റോ മെറ്റീരിയൽസ് ഒക്കെ അനുസരിച്ചിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്ത്. ഇറ്റ് ഈസ് പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക് ഡെപ്പോസിറ്റ് ഇസ് ദ ഫണ്ട് ഡെപ്പോസിറ്റഡ് ബിസിനസ് ഓർഗനൈസേഷന് ഡയറക്റ്റ്ലി ലോൺസ് ഫ്രം പബ്ലിക്കിന് റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഫിക്സഡ് പീരീഡ് ആയിരിക്കും, ഫിക്സഡ് റേറ്റിലായിരിക്കാം അത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് 3 years തന്നെ ആയിരിക്കാം അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ RBI റെഗുലേഷൻസ് പ്രകാരം ഡെപ്പോസിറ്റ് ഡിസ്ക്രൈബ്ഡ് ഫോം വെച്ചിട്ട് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്.
ICD എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് ഒരു കമ്പനിയിൽ വേറൊരു കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു പീരീഡ് അപ് ടു 6 months ആണ് ജനറലി പറയുക. അങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സിനെയാണ് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് സർപ്ലസ് ഉണ്ടായിരിക്കാം, അത് വേറെ കമ്പനിയിലെ ഫണ്ടിന് വേണ്ടി അറേഞ്ച് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സിനായിരിക്കാം ICD അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മെയിൻലി ആയിട്ട് 3 ടൈപ്പാണിത്. കോൾ ഡെപ്പോസിറ്റ്, 3 months deposit, 6 months deposit. കോൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് പീരീഡ് ആണ്, ഗിവൺ 1 നോട്ടീസിലുള്ള ഡെപ്പോസിറ്റ്സിനെയാണ് പറയുന്നത്. മന്ത്സ് എന്ന് പറയുമ്പോൾ ആസ് എ നെയിം സജസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് 3 മാസത്തേക്ക് ആണെങ്കിൽ അതാണ് മെയിനായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ICDs. പിന്നെ ഉള്ളത് 6 monthsലേക്ക്. അങ്ങനെയാണ് കമ്പനീസ് ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത്. ഇത് സോഴ്സസ് ഓഫ് ഫണ്ടിൽ മെയിനായിട്ട് കോർപ്പറേറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ഷെയർ. നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും കമ്പനീസ് ഈ ഷെയർ ഇഷ്യൂ ചെയ്യാണ് നടത്തുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ക്യാപിറ്റലിനെ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷെയർസ് ആയിട്ട് വിളിക്കുക. അപ്പോൾ ഓരോരുത്തിനെയും നമ്മൾ ഷെയർ ക്യാപിറ്റൽ ആക്കും. ആ പേഴ്സണൽ ഹോൾഡിങ്സിനെ ആ പേഴ്സണെ നമ്മൾ ഷെയർ ഹോൾഡർ ആയിട്ടും വിളിക്കും. അത് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ പെർമനന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. നമ്മൾ ലൈഫ് ടൈമിൽ അത് റിട്ടേൺ ചെയ്യുന്നില്ല, കമ്പനി ക്ലോസ് ഔട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ റിട്ടേൺ ചെയ്യുന്നത് ഡിവിഡൻഡ് വരും. ഇക്വിറ്റീസിന് ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കില്ല, എത്രയാണോ നമുക്ക് സർപ്ലസ് കിട്ടുന്നത് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. റെസിഡ്യൂൽ ഓണേഴ്സ് ആണ് മിക്കതും ഇക്വിറ്റീസിൽ വരുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മെമ്പേഴ്സ് ആകാം. അതാണ് മെയിൻലി ഇക്വിറ്റി ഷെയർസ്. ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് അതർ കാറ്റഗറി, പ്രിഫറൻസ് ഉണ്ടായിരിക്കും, പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും ഇക്വിറ്റീനെ കമ്പയർ ചെയ്ത്. രീതിക്കാണ് അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത്. ഒരെണ്ണം ഡിവിഡൻഡ് റിസീവ് ചെയ്യാൻ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്, പിന്നെ സെക്കൻഡ് വൺ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, ടൈം ഓഫ് ഡിസൊല്യൂഷനിലൊക്കെ ഫസ്റ്റ് റീപേയ്മെന്റ് കിട്ടാനുള്ള അവകാശം. ഇതാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ലോങ് ടേം ഡെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇത് അക്നോളജ്മെന്റ് ഓഫ് എ കമ്പനിയുടെ വഴി സീലും ബോറോഡ് സർട്ടൻ ക്യാപിറ്റൽ, അങ്ങനെയാണ് നമ്മൾ ഡിബെഞ്ചേഴ്സ് വരുന്നത്. ബോണ്ട് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ആണ്, സിമ്പിൾ ഡിബെഞ്ചർ, നോ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്സ് ഒന്നുമില്ല, സ്പെസിഫൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിനനുസരിച്ചിട്ട് ഡിബെഞ്ചർ ഹോൾഡർ ആണ് ആ ഹോൾഡ് ചെയ്യുന്ന ആളെ പറയുന്നത്. പിന്നെ ഹാഫ് ഓഫ് ദി ഇൻട്രസ്റ്റ് മെയിൻലി നമ്മൾ സെമി ആനുവലി ആണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുക. പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്ത് പോകുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് ഇത് ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. മേജർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ IFCI, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂലൈ 1948 ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ മെയിൻലി ബാലൻസ് റീജിയണൽ ഡെവലപ്പും അതുപോലെ ന്യൂ എന്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഫോഴ്സ് ആയത്. ഇനി അടുത്തത് SFC, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, എസ്റ്റാബ്ലിഷ് ഇൻ 1951, empowered by the state government to establishing the regionsലെ ഷോർട്ട് ടേം ഫിനാൻസും അതുപോലെ ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് IFCSക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1955 ആണ്. കമ്പനീസ് ആക്ട് പ്രകാരം എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് പ്രൈവറ്റ് സെക്ടേഴ്സിനെ ബേസ് ചെയ്ത്. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1964 ആണ്. എസ്റ്റാബ്ലിഷ് ഇൻ 1964 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഒന്ന് കോർഡിനേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊമേഴ്ഷ്യൽ ബാങ്ക്സും എല്ലാം കൂടിയുള്ള കോർഡിനേഷൻ ആണ് ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SIDC. സെറ്റപ്പ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പം അതിന് ഓരോ സ്റ്റേറ്റിനും ഓരോ രീതിക്ക് ആണ് അതിരിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് നമ്മൾ പറയുമ്പം സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഇവിടെ പോകുന്നത്. നെക്സ്റ്റ് വൺ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1964 യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ട് 1963. ഇതിൻ്റെ ബേസിക് ആയിട്ട് മൊബിലൈസിങ് കമ്മ്യൂണിറ്റി സേവിങ്ങും ചാനലൈസിങ് ദ പ്രൊഡക്റ്റീവ് വെഞ്ചേഴ്സ്. നെക്സ്റ്റ് വൺ,
IIBI, Industrial Development Bank of India, was the primary agency for rehabilitation of sick units known as Industrial Reconstruction Corporation of India, which was renamed as Industrial Reconstruction Bank of India 1985. And again 97 അത് Industrial Investment Bank of India. Now the evolution. LIC, Life in 1956 with LIC Act 1956, which was nationalized in 245 existing insurance company. Special financial institution ആയിട്ട് പറയുന്നത്. നമ്മളിപ്പം ഇന്റർനാഷണൽ ഫിനാൻസ്, അതായത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ഡൊമസ്റ്റിക് സോഴ്സസ് ആണ്, ഇക്വിറ്റി, പ്രിഫറൻസ് ഒക്കെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സോഴ്സസ്. ഇന്റർനാഷണൽ ലെവലിൽ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് സോഴ്സസ് നമുക്ക് ഫിനാൻസ് ആയിട്ട് അവൈലബിൾ ആണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾ ഓവർ ദ വേൾഡ് ഫോറിൻ കറൻസിയിൽ ഡീൽ ചെയ്യുമ്പോൾ ലോൺ പർപ്പസിന്, ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോൺ പർപ്പസ് കൊടുക്കും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് പർപ്പസ് ആക്കിയിട്ട് മാറ്റാം. അപ്പം അങ്ങനെ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ഇങ്ങനത്തെ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നാവുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇന്റർനാഷണൽ ഫിനാൻസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ദ ടൈപ്സ് ഓഫ് ലോൺസ് ആൻഡ് സർവീസസ് ഓരോ കൺട്രി അനുസരിച്ച് അത് മാറിയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ എല്ലാ കൺട്രിയിലും മാറി മാറിയിരിക്കും. ഇപ്പം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കാണ് മേജർ ആയിട്ടുള്ള ഫോറിൻ കറൻസിയുടെ സോഴ്സ് ആയിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് പറയുമ്പോൾ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇപ്പം നമ്പർ ഓഫ് ഇന്റർനാഷണൽ ഏജൻസീസ് വരുന്നുണ്ട്, ഓരോ കൊല്ലവും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ബോഡിയുടെ ഇപ്പോൾ ലോങ് ആണോ മീഡിയം ആണോ അതിൻ്റെ ടേം ഗ്രാൻഡ് ചെയ്തത്, അത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്കൽ ബാക്ക്വേർഡ് ഓഫ് ഏരിയാസിൽ വർക്ക് ചെയ്യാൻ അത് വർക്ക്ഔട്ട് ചെയ്യാനാണോ, അങ്ങനെ സെറ്റപ്പ്. ഡെവലപ്ഡ് ബാങ്ക്സ് ആണെങ്കിൽ നാഷണൽ, റീജിയണൽ, ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടും പ്രൊജക്ട്സ് വേരീസ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേറ്റ് IFC, എക്സിം ബാങ്ക്, ഏഷ്യൻ ബാങ്ക്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഒരുപാട് ഏജൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ്, നാഷണൽ എക്കണോമിക്കിനാണ് വേണ്ടിയിട്ട് എക്കണോമിക് ബാക്ക്വേർഡായി നിൽക്കുന്ന കൺട്രീസിന് ഡെവലപ്പ് ചെയ്യാനും ഈ ഏജൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനീസ് ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ADR അല്ലെങ്കിൽ GDR അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് വിച്ച് ഇസ് ഡിസ്കസ്ഡ്. അപ്പോൾ കമ്പനിയുടെ റേസിങ് ആൻഡ് ഇക്വിറ്റീസ് ആയിരിക്കും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമേരിക്കൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ADR എന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസ് അപ്പം US ഡോളറിലായിരിക്കും ട്രേഡിങ്. ഒരു നോൺ US കമ്പനി ആണെങ്കിൽ അതിന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം ഡോളറിലേക്ക്. എന്നിട്ടായിരിക്കും അത് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്ത് ക്യാരി ഔട്ട് ചെയ്ത് വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ഇനി GDR എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, പിന്നെ ഇന്റർനാഷണൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് IDR. These are similar to American depository receipt. പക്ഷേ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് പുറത്തുള്ള അമേരിക്ക പുറത്തുള്ള ഫോറിൻ കറൻസിയിലായിരിക്കും. അപ്പം ഇന്ത്യൻ്റെ കോണ്ടെക്സ്റ്റിൽ GDR എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് വേർ ഇന്ത്യൻ കമ്പനീസ് റേസ് ഫണ്ട് ത്രൂ ഫോറിൻ കറൻസി ലിസ്റ്റഡ് ആയിരിക്കാം, ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. അങ്ങനെയാണ് GDRൻ്റെ എക്സ്പ്ലനേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ക്ലാസിഫിക്കേഷൻ സോഴ്സ് ഓഫ് ഫിനാൻസിന് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് പീരിയഡ്, ഓൺ ദ ബേസ് ഓഫ് ദ ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സസ് ഓഫ് ജനറേഷൻ. ഏത് ജനറേഷൻ എങ്ങനെയാണ് അതിൻ്റെ ബേസ്. ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് ആയിട്ട് പറയുമ്പോൾ മൂന്നാണ്: ലോങ് ടേം സോഴ്സസ്, മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം. ലോങ് ടേം എന്ന് പറയുന്നത് ഫിനാൻസ് ഓഫ് ബിസിനസ് ഫേം their period which is not exceeding 5 years. Mainly equity shares, retained earnings ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് medium term. They provide finance to businessmen for a period for exceeding 1 year but not less than 5 years. 1 year കൂടുതൽ but less than 5 years. Example, loan from bank, public deposits. ഇതൊക്കെ medium term sources ആണ്. ഈ ഷോർട്ട് ടേമിൽ പറയുന്നത് ഫിനാൻസ് ഓഫ് ബിസിനസ് ലെസ് ദാൻ 1 year. 1 yearന് കുറവുള്ള സോഴ്സസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം പീരീഡ് ആയിട്ട്. മെയിൻലി എക്സാമ്പിൾ ആയിട്ട് ട്രേഡ്, ക്രെഡിറ്റ്, ഫാക്ടറിങ് അതൊക്കെയാണ് നെക്സ്റ്റ് വണ്ണാണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ പറയുമ്പോൾ ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ട് നമുക്കറിയാം, ഓൺ ബിസിനസ്സിന് ഓണേഴ്സിൻ്റെ ഫണ്ട് ഇപ്പം റെസിപ്റ്റ്, പ്രോഫിറ്റ്, ഇൻസെൻറ്റീവ് ആയിട്ട് അതിൽ തന്നെ ഇൻവെസ്റ്റ് ലൈഫ് ബിസിനസ്സിൽ വരുന്നത് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. പെർമനൻ്റ് ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർസ്, GDR, ADR അതൊക്കെയാണ് നമ്മൾ ഓണേഴ്സ് ഫണ്ടായിട്ട്. ബോറോഡ് എന്ന് പറയുമ്പോൾ ലോൺസ്,
ക്രെഡിറ്റ്സിന് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ പബ്ലിക് ബാങ്ക്സ് ആയിരിക്കും, ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ബോറോഡ് ഫണ്ടിലായിരിക്കും. എക്സ്റ്റേണൽ സോഴ്സസ് സ്റ്റിപ്പുലേറ്റഡ് പീരീഡാണ്. ഇത് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഡിബെഞ്ചേഴ്സ്, ലീസ് ഫിനാൻസിങ് ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നമുക്ക് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഓണേഴ്സ് ഫണ്ടാണോ ബോറോഡ് ഫണ്ടാണോ എന്ന് എത്ര ടൈപ്പ് പ്രൊപ്പോർഷൻ വേണം എന്നൊക്കെ കമ്പനി ഡിസൈഡ് ചെയ്ത് പോകുന്നത് വളരെ നന്നായിരിക്കും. ഇനി അടുത്തതാണ് സോഴ്സസ് ഓഫ് ജനറേഷൻ. സോഴ്സസ് ഓഫ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ ഓഫ് ഫണ്ട് വിച്ച് ഇസ് ജനറേറ്റ് വിത്തിൻ ദ ബിസിനസ്. ഫോർ എക്സാമ്പിൾ, collection of business receivable, depositing of surplus, അല്ലെങ്കിൽ plowing back of profit. അതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി റീറ്റെയിൻ ആണ് നമ്മുടെ ഇന്റേണൽ സോഴ്സസ് ആയിട്ട് മെയിൻലി പറയുന്നത്. ഇനി എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഔട്ട്സൈഡ് ഓഫ് ദ ബിസിനസ്, ലോൺ, മോർഗേജ്, റേസിംഗ് ഓഫ് ഫിനാൻസ്, പിന്നെ അതൊക്കെയാണ് ഡിബെഞ്ചർ, പബ്ലിക് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് അതുപോലെ ഓണർഷിപ്പ് പീരീഡാണ് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പം ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മേജറായിട്ട് നമ്മൾ പറഞ്ഞത് സോഴ്സസ്, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് ഉണ്ട്, നമ്മൾ ഇൻ്റർനാഷണൽ ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസിസിൽ. ഇതൊക്കെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസിൻ്റെ പാർട്ട് 1 ഈ വീഡിയോയിൽ